നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മെറിറ്റിൻ്റെ പഴയ ഒരു സ്വിങ് മെഷീനാണ്. സാധാരണ സ്ട്രേറ്റ് സ്റ്റിച്ച് മാത്രം തയ്ക്കാൻ കഴിയുന്ന ഒരു ഓർഡിനറി തുന്നൽ മെഷീൻ. എന്നാൽ നമ്മൾക്ക് ഇതിൽ മനോഹരമായിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കാം. പലതരത്തിലുള്ള എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. എന്നാൽ എല്ലാ എംബ്രോയ്ഡറികളിലും നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് വേഗത്തിലും ഭംഗിയായിട്ടും അത് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെഷീനിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണം. നമുക്ക് ആദ്യം അത് നോക്കാം. ഇന്ന് ഒരു സ്റ്റിച്ച് കൊണ്ടുള്ള എംബ്രോയ്ഡറിയും ചെയ്യാം. ശരി, അത് നമുക്ക് നോക്കാം. നമ്മൾ ഈ മെഷീനിൽ ഫ്രീ ഹാൻഡ് മോഷൻ എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾക്ക് ഫൂട്ട് റിമൂവ് ചെയ്യണം. ഇനി വേണ്ടത് ഈ ഫീഡ് ഡോഗ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ നീങ്ങുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഫ്രീ ഹാൻഡ് മോഷൻ എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഫീഡ് ഡോഗിനെ അനക്കാതെ വെക്കണം. അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ ലിവർ, ഇത് റിവേഴ്സ് ലിവറുമാണ്. ഫീഡ് ഡോഗിനെ കൺട്രോൾ ചെയ്യുന്ന ലിവറുമാണ്. അതുകൊണ്ട് നമുക്കിതിനെ സെൻറ്ററിൽ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഫീഡ് ഡോഗ് മൂവ് ചെയ്യില്ല. നമ്മളുടെ തുണി മുന്നോട്ടേക്ക് നീങ്ങിപ്പോവില്ല. നമ്മളുടെ ഇഷ്ടത്തിന് മാത്രമേ ഇതിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ചെയ്യേണ്ടത് ഇത് കുറച്ച് ലൂസാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ നൂല് നമ്മൾ ഇതിലെ ഇങ്ങനെ എടുത്ത് ഇതിൽ ചുറ്റി ഈ വീലിലൂടെ ചുറ്റിയെടുക്കുമ്പോൾ ഇത് നമ്മൾ സാധാരണ കുറച്ച് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഉപയോഗിക്കുന്ന നൂല് സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് അത് വേഗം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഇട്ട് നോക്കണം. അതിൻ്റെ ടെൻഷൻ എത്ര വേണമെന്ന് അതിനനുസരിച്ച് കുറച്ച് ലൂസാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെഷീനിൽ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ബോബിനിൽ നമ്മൾ ഈ നൂല് തന്നെയാണ് ഇടുന്നത്. സിൽക്ക് ത്രെഡാണ് ഇടുന്നത്. അതിന് കനം കുറവാണ്. അതുകൊണ്ട് ലൂസാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ ആവശ്യമെങ്കിൽ ബോബിൻ്റെ ടെൻഷൻ കുറച്ച് കൊടുക്കാം. പക്ഷേ സാധാരണ അതിൻ്റെ ആവശ്യം വരാറില്ല. ഇത്രയും കാര്യങ്ങളാണ് മെഷീനിൽ നമ്മൾ ചെയ്യാനുള്ള സെറ്റിങ്സ്. ഇപ്പം ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ പ്രഷർ ഫൂട്ട് ഊരി ചെയ്യുമ്പം സ്റ്റിച്ച് ചിലപ്പം പിടിക്കാതെ വരും. അങ്ങനെ വരുവാണെങ്കിൽ സൂചി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് കിട്ടുന്ന രീതിയിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ഇപ്പോൾ സൂചി സ്റ്റിച്ച് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് വെറുതെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, സ്റ്റിച്ച് വരുന്നുണ്ട്. മുകളിലേക്കും പുറകോട്ടും താഴേക്കും എല്ലാം സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സാധാരണ ഈ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ പുതിയ നല്ല സൂചി ഉപയോഗിക്കാനും പുതിയ നൂല് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. എപ്പോഴും സൂചി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കണ്ടിട്ട് സ്റ്റിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് എല്ലാ എംബ്രോയ്ഡറികളും പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ചിൽ നമുക്ക് എംബ്രോയ്ഡറി ആദ്യത്തെ ചെയ്യാം. ഡിസൈൻ വരച്ചിട്ടുണ്ട്. നൂല് കോർത്തു. സെയിം ത്രെഡ് തന്നെയാണ് ഞാൻ അടിയിൽ ഇട്ടിരിക്കുന്നത്, സിൽക്ക് ത്രെഡ്. നമുക്ക് തയ്ച്ച് നോക്കാം. തുണി നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഹൂക്കിൽ ഉറപ്പിക്കണം. എന്നാലേ സ്റ്റിച്ച് നന്നായിട്ട് വരുള്ളൂ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് ഇതുപോലെ പൊട്ടിപ്പോകുകയോ സ്റ്റിച്ച് നന്നായി പിടിക്കാതെയോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ തുണി ഹൂപ്പിലിട്ടിരിക്കുന്നത് ടൈറ്റായിട്ടില്ല എന്നാണ്. ഇതുപോലെ അതുകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് ഒന്നുകൂടെ നന്നായി ടൈറ്റ് ചെയ്ത് തുണി ഹൂപ്പിൽ ഉറപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നീട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് നോക്കണം. പിന്നൊരു കാരണം, നൂല് പഴയതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പുതിയ നൂലുകൾ തന്നെ ഉപയോഗിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പുതിയ സൂചി ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ
അടിയിൽ ഒരു പേപ്പർ വെച്ച് കൊടുത്ത് തയ്ക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് കനം കുറഞ്ഞ തുണിയാണെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ പേപ്പർ വെച്ചിട്ട് തയ്ക്കാവുള്ളൂ.
നമ്മുടെ വീട്ടിലുള്ളത് ഇതുപോലെയുള്ള ഓർഡിനറി സ്യൂയിങ് മെഷീൻ ആണെങ്കിലും മനോഹരമായിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ട്യൂട്ടോറിയലുമായിട്ട് കടന്നു വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.